മിഠായി കുറച്ച് അധികം ഉണ്ട്, പെണ്ണ് നോക്കിക്കോളും. ദുബായ് ടു കൊച്ചി. അപ്പോൾ ഗൈസ് നമ്മൾ മുബഷീർ നാട്ടിൽ പോവാണ്. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ കോൺടാക്ട് ചെയ്തോളും. പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുക്കൻ പോണത്. നിങ്ങളെല്ലാവരും തുടക്കം അവൻ്റെ മുഖത്തൊരു ചിരി കണ്ടില്ലേ? അത് ആർക്കാണല്ലോ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. 11 മാസം അല്ലെങ്കിൽ 12 മാസം നമ്മളുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലൊതുക്കി പണിയെടുത്തിട്ട് ഒരു മാസമെങ്കിൽ ഒരു മാസം അലാറം വെക്കാതെ കടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാട്ടിൽ പോണത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോണ സമയത്ത് നമുക്ക് കുറേ ആൾക്കാരെ സന്തോഷിപ്പിക്കാനുണ്ടാവും. അതിനു വേണ്ടി നമ്മൾ കണ്ണ് കണ്ടതൊക്കെ വാങ്ങുകയും ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഉൾപ്പെടെ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയാനുള്ളത്. നമുക്ക് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നാട്ടിൽ പോയി വരിക എന്നുള്ളത് നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സങ്കടം കൂടി ഉണ്ടാവും. നമുക്ക് എന്നാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു സങ്കടം. കൂടുതൽ സെൻഡ് ആക്കാനുള്ള നമുക്ക് നേരെ പെട്ടിയാട്ടൽ ചിടക്കണ കാണാം. ടൈഗർ മാമും കോടാലി തൈരും ഇല്ലാത്തൊരു പ്രവാസി പെട്ടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത്. മുബഷീർ എന്തൊക്കെ അവൻ്റെ തലയിൽ കാട്ടുന്നത് ആരും മൈൻഡ് ആക്കണോ? ചെക്കന് പോണേൻ്റെ പൊലിവാണേ. പെട്ടിയിൽ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം അടുക്കി ഒതുക്കി വെച്ച് നിറയാനായി. അപ്പോഴാണ് നമ്മൾ ഉമ്മർക്ക് കയറി വരുന്നത്. ഉമ്മർക്കാൻ്റെ മുഖത്തൊരു ചിരി കണ്ടില്ലേ? എന്താ കാരണം? മൂപ്പര് അടുത്ത മാസം പോവാണ്, പിന്നെ ചിരിക്കാതിരിക്കും. ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് പെട്ടിയിലിടാനുള്ള ഒമാൻ ചിപ്സ് ആണ്. ഈ ഷോട്ടൊക്കെ ഉണ്ട് എൻ്റെ സ്വന്തം കഴിവാണ്. ഒന്നും നോക്കിയില്ല, അതിൽ എന്തായാലും ഒരു ഒമാൻ ചിപ്സിന്റെ പാക്കറ്റ് എടുത്ത് അവിടെ എടുത്ത് നൈസായിട്ടാണ് കഴിക്കൽ തുടങ്ങി. നമ്മളെ സങ്കടം മാറ്റണ്ടേ. അടുത്തായിട്ട് നമ്മളെ പരിപാടി വെയിറ്റ് നോക്കലാണ്. അങ്ങനെ വെയിറ്റ് നോക്കി 30 കിലോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇതാണ് നമ്മുടെ ആഷിഖിന്റെ കഴിവ്. എന്താലേ, അവനൊരു കഴിവേറി തന്നെ. ഇനിയാണ് മക്കളെ എന്റെ ഷോ. എന്താ സംബന്ധിച്ച് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്യൂലേ, അതന്നെ. ഈ സംഭവത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷറാണ് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞോട്ട് വരും. പ്രാശി കാട്ടണ കാട്ടിൽ നോക്കി നോക്കി എന്ത് ചെറുക്കയുടെ കാട്ടിന് തവളനെ പിടിക്കുക. ഇതിനെക്കാട്ടിലും ഭേദം എന്തായാലും ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടി ചുറ്റി ചുറ്റി പെട്ടിനെ ഞങ്ങൾ എന്തായാലും കുട്ടപ്പനാക്കി എടുത്തു. ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പെട്ടിയിൽ ഒരു അടിപൊളി ഡയലോഗ് എഴുതി. സത്യം പറഞ്ഞത് ഓൻ്റെ ഡയലോഗ് തന്നെയാണ്. ഓൻ പറയാൻ പെണ്ണിട്ടതല്ലാതെ വേറെ വഴിയില്ലാന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം.